കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം जगदीश्वरा नित्य सत्यमिन जीवसार में ईश्वर जगदीश्वरा महिदे मानस महदेशरणं येशुदेवने वन्दनम्
ത്യാഗസൂനമേ യേശുദേവനേ വന്ദനം. സ്നേഹസാരമേ ത്യാഗസൂനമേ യേശുദേവനേ വന്ദനം. ഗമപനി സസ നിസഗ മഗസനി പനി സനി നി പസനി പമഗ മഗസനി സഗ സമ ഗപ മനി പമഗനി സഗമ ഗപ മനി പസനി പമഗ മപനി സഗമ സനി മപനി സനി പമഗ സഗ സഗമ സഗമ പ സഗമ പനി സഗമ പനി സനി സഗമ പനി മഹിദേ മാനസ മഹദേ ശരണം യേശുദേവനേ വന്ദനം. നിത്യസത്യമെൻ ജീവസാരമേ ഈശ്വര ജഗദീശ്വരാ. നിത്യസത്യമെൻ ജീവസാരമേ ഈശ്വര ജഗദീശ്വരാ. महिदे मानस महदे शरणं येशुदेवने वन्दनं. वन्दनं वन्दनं वन्दनं. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യേശയ്യാ പ്രവാചകനിലൂടെ വലിയ ഒരു സ്വർഗീയ രഹസ്യം പിതാവായ ദൈവം മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ ദൈവീക മാതൃത്വത്തെപ്പറ്റി കർത്താവിൻ്റെ ജനനത്തിന് 700 വർഷം മുമ്പ് ജനിച്ചു ജീവിച്ചിരുന്ന യേശയ്യാ പ്രവാചകൻ അന്ന് പ്രവചിച്ചെങ്കിൽ AD 433 എഫേസൂസ് കൗൺസിലിൽ വെച്ച് അന്ന് സഭ ഔദ്യോഗികമായി മറിയം ദൈവമാതാവാണെന്ന് പ്രഖ്യാപിച്ചു. വീണ്ടും AD 451 കൗൺസിൽ ഓഫ് ചെൽസിഡോമിൽ വെച്ച് അത് വീണ്ടും സ്ഥിരീകരിച്ചുകൊണ്ട് സഭ മറിയത്തിൻ്റെ ദൈവമാതൃത്വത്തെ അംഗീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. വീണ്ടും മാതാവിൻ്റെ ആ നിത്യ കന്യകത്വത്തെക്കുറിച്ച്, പെർപ്പിച്വൽ വെർജിനിറ്റിയെക്കുറിച്ച് അന്ന് യേശയ്യാ പ്രവചനത്തിലൂടെ നമ്മൾ കേട്ടത് മറിയം നിത്യ കന്യകയാണെന്ന് AD 649 കൗൺസിൽ ഓഫ് ലാറ്ററാനിൽ സഭ ഔദ്യോഗികമായിട്ട് വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചു. ഈശോയുടെ ജനനത്തിനും മരണത്തിനും, അല്ലെങ്കിൽ ഈശോയുടെ ജനനത്തിന് മുമ്പും പിമ്പും മറിയം നിത്യ കന്യകയാണ് എന്ന് സഭ ഔദ്യോഗികമായിട്ട് തന്നെ പഠിപ്പിക്കുന്നു. കാറ്റഗിസം ഓഫ് കാത്തലിക് ചേർച്ചിൽ പഠിപ്പിക്കുന്നത് ഈശോയുടെ ജനനം മറിയത്തിൻ്റെ കന്യാത്വത്തെ കറയേൽപ്പിക്കുകയല്ല ചെയ്തത്, പ്രത്യുത അതിനെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. It did not diminish Mary's virginity or her integrity, but it sanctified it. വീണ്ടും മാതാവിനെക്കുറിച്ചുള്ള വലിയൊരു വിശ്വാസ സത്യമെന്ന് പറയുന്നത് ഇമാക്കുലേറ്റ് കൺസംഷനെ കുറിച്ചാണ്. 9-ാം പീസ് മാർപ്പാപ്പയാണ് മാതാവിൻ്റെ അമലോത്ഭവം ഇൻഫാബിലിറ്റീസ് ഡ്യൂസ് എന്ന അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. സഭ മാതാവിൻ്റെ അമലോത്ഭവം 8-ാം തീയതി, ഡിസംബർ 8-ാം തീയതി ആഘോഷിക്കുന്നത് അത് മാതാവിൻ്റെ അമലോത്ഭവത്തിൻ്റെ കൃത്യം 9 മാസങ്ങൾക്ക് ശേഷമാണ്. മാതാവിൻ്റെ സ്വർഗാരോപണം നവംബർ 1, 1950
12-ാം പിയൂസ് മാർപ്പാപ്പ വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. മാതാവ് ആത്മാവും ശരീരവുമായി സ്വർഗാരോപണം ചെയ്തു എന്ന് സഭ നമ്മളെ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നു. എന്നാൽ മാതാവിൻ്റെ ദൈവമാതൃത്വത്തെ ലോകത്തിന് ആദ്യമായി പരിചയപ്പെടുത്തിയത് പറുദീസായിൽ വെച്ച് പിതാവായ ദൈവം തന്നെയാണ്. ഉൽപ്പത്തി 3:15 നമ്മളിങ്ങനെ വായിക്കുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പിതാവായ ദൈവം ലോകത്തോട് വലിയൊരു സത്യം പറുദീസായിൽ എല്ലാം നഷ്ടപ്പെട്ട് വലിയ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും വഴുതി വീണ മനുഷ്യകുലത്തോട് വലിയൊരു സത്യം വെളിപ്പെടുത്തുകയായിരുന്നു. അത് പുത്രൻ തമ്പുരാൻ്റെ ജനനത്തെക്കുറിച്ചാണെങ്കിൽ അത് കന്യകയായ പരിശുദ്ധ അമ്മയിൽ നിന്നാണ് ഈ പുത്രൻ ജനിക്കുന്നതെന്നും അതുവഴി മറിയം ദൈവമാതാവാണെന്നും പിതാവായ ദൈവം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. വീണ്ടും നമ്മൾക്ക് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41 മുതൽ തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ വലിയ സത്യത്തെ ലോകത്തോട് വിളിച്ചു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മളിങ്ങനെയാണ് കാണുന്നത്, പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന സമയത്ത് എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു. അവൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതൊരിക്കലും എലിസബത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധ്യതയുള്ള വാക്കുകളല്ല. കാരണം പരിശുദ്ധ അമ്മയുടെ ഗർഭധാരണത്തെക്കുറിച്ചോ ഈ വലിയ വിശ്വാസത്തെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാതിരുന്ന എലിസബത്തിന് പരിശുദ്ധ അമ്മയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനോ അതിനുള്ളൊരു മീഡിയയോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് വിളിച്ചു പറയുമ്പോൾ അത് എലിസബത്ത് അല്ല പറയുന്നത്, പരിശുദ്ധാത്മാവ് തന്നെയാണ് പറയുക. എലിസബത്ത് ഒരു മീഡിയം മാത്രമാണ്. നമ്മൾ മൈക്കിലൂടെ സംസാരിക്കുമ്പോൾ മൈക്കിലൂടെ ശബ്ദം വരുന്നത് പോലെ, സ്പീക്കറിലൂടെ ശബ്ദം വരുന്നത് പോലെ എലിസബത്തിലൂടെ ആ വലിയ സത്യം വെളിപ്പെടുത്തപ്പെടുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എലിസബത്തിൻ്റെ വീട്ടിൽ വെച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മറിയം ദൈവമാതാവാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം പറുദീസായിൽ വെച്ച് ലോകത്തോട് പറഞ്ഞു, മറിയം ദൈവമാതാവാണ്, ആ സ്ത്രീ ദൈവമാതാവാണെന്ന് പറഞ്ഞെങ്കിൽ ആ സ്ത്രീയെ വീണ്ടും പരിശുദ്ധാത്മാവ് എലിസബത്തിൻ്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, മറിയം ദൈവമാതാവാണ് എന്ന്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26 മുതൽ തിരുവചനങ്ങൾ ഇങ്ങനെയാണ് വായിക്കുക, യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾക്ക് മനസ്സിലാകുന്നത് ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 31 മുതൽ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. തമ്പുരാൻ്റെ യേശു തമ്പുരാൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന ശിമയോൻ പത്രോസിനോട് അവിടുന്ന് ഒരു കാര്യം ഇങ്ങനെയാ പറഞ്ഞത്, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പേറ്റുന്നത് പോലെ പേറ്റുവാനായിട്ട് ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിശാചിനെ ഓടിക്കാമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. ദൈവം തരുന്ന ആ വലിയ സംരക്ഷണം ഉപയോഗിച്ചുകൊണ്ട് ഈ തിന്മയെ അതിജീവിക്കുവാനുള്ള ഒരു വലിയ വെല്ലുവിളി സഭയുടെ മുമ്പിൽ ദൈവം വിശുദ്ധ പത്രോസിലൂടെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മ വലിയ ഉറപ്പുള്ള കോട്ടയും സങ്കേതവും സംരക്ഷകയുമായിട്ട് വരുന്നത് അനേകം അനുഭവങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. ശിഷ്യന്മാരുടെ ജീവിതാനുഭവങ്ങളിൽ അവർ കർത്താവിൻ്റെ മരണത്തിന് ശേഷം
താങ്കളുടെ വഴിയിൽ പിരിഞ്ഞു പോയപ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് ശക്തി സ്വീകരിച്ചിരുന്ന പരിശുദ്ധ കന്യാമറിയമാണ് അവരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്താണ് പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകുന്നതും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തമായിട്ടുള്ള ഒരു ഔട്ട് പോറിങ് അവരിൽ ഉണ്ടാകുന്നതും. അവിടെ നിന്നാണ് ആദിമസഭ ഉരുത്തിരിയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നരകപിശാചിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും തിരുസഭയുടെ തന്നെ ഈ നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും അമ്മയുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയണമേ എന്ന്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ 2018 ഈ ദിവസത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഇത് തന്നെ എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് കഴിയും. ഏതാണ്ട് 2014 വളരെ അപ്രതീക്ഷിതമായിട്ടൊരു മെഡിക്കൽ ചെക്കപ്പിൽ അവർ വെളിപ്പെടുകയാണ് എനിക്ക് ലങ്സ് ക്യാൻസറാണ് എന്ന്. അത് വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു. ഏതാനും ദിവസങ്ങൾ വീണ്ടും ഒരു ചെക്കപ്പും കൂടെ നടത്താനിടയായപ്പോൾ അത് കൺഫേംഡായി. ഇനി ചുരുങ്ങിയ ഒരു ജീവിതം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തും. ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബം ഒരുമിച്ച് സ്നേഹിക്കുന്ന സമൂഹത്തോട് ചേർന്നുകൊണ്ട് നാട്ടിലേക്ക് ചെക്കപ്പിനൊക്കെ ആയിട്ട് പോവുകയാണ്. ഫൈനലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ഡിസംബർ മാസത്തിലാണെന്ന് തോന്നുന്നു, ഒരുമിച്ചിരുന്ന് വീട്ടിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പലപ്പോഴും 24 മണിക്കൂർ തുടർച്ചയായി ജപമാല ചൊല്ലുമ്പോൾ ഇങ്ങനത്തെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ ജോലിക്ക് അത് വളരെ വിശ്വാസമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഓർഗനൈസ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഏതാണ്ട് 22ാമത്തെ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ടൊരു സന്ദേശം തന്നു, എൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തിയെന്ന്. എങ്കിലും പിറ്റേ ദിവസം തന്നെ നാട്ടിൽ പോയി എറണാകുളത്ത് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രസിദ്ധനായ ഓൺകോളജിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ചെക്കപ്പ് നടത്തിയപ്പോൾ അദ്ദേഹം മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ചിട്ട് പറയുകയാണ്, ആസ് പെർ ദിസ് റിപ്പോർട്ട് യു ആർ എ സീരിയസ് ക്യാൻസർ പേഷ്യൻറ്റ്. ഇതനുസരിച്ച് നിങ്ങൾക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ വിത്ത് ദ പ്രസന്റ് റിപ്പോർട്ട് വിച്ച് ഐ ആം സീയിങ് നൗ, യു ആർ നോട്ട് എ ക്യാൻസർ പേഷ്യൻറ്റ് ആൻഡ് യു വേർ നോട്ട് എ ക്യാൻസർ പേഷ്യൻറ്റ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു പ്രാവശ്യമാണ് ഈ റിപ്പോർട്ട് എടുത്തതെങ്കിൽ ഒരുപക്ഷെ സംശയത്തിനൊരു കാരണമുണ്ട്. ചിലപ്പോൾ റിപ്പോർട്ട് മാറിപ്പോയതാകാം ആരുടെയെങ്കിലുമൊക്കെ ആയിട്ട്. അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, 2 പ്രാവശ്യം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ടെസ്റ്റ് ചെയ്തപ്പോഴും ലങ്സ് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്ത, അങ്ങനെ മരണത്തോട് അടുത്ത ആ ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ ബാധ്യസ്ഥ ശക്തി ആ വഴിയാണെന്ന് ഇത് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അനേകം അനുഭവങ്ങൾ പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ മസ്കറ്റിൽ നടന്ന ഒരു സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെയാണ്, 4 വയസ്സുള്ള ഒരു കുട്ടി, അത് ലോവർ KGയിൽ ആദ്യമായിട്ട് പോയി തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീടിൻ്റെ പടിക്കൽ അവളെ ബസ് ഇറക്കി വിട്ടു. സ്കൂൾ ബസ്സിലാണ് വന്നത്. ഈ കുഞ്ഞ് ബസ്സിൻ്റെ പുറകിലൂടെ പോയി ബസ് പെട്ടെന്ന് റിവേഴ്സ് എടുത്തേക്ക് കൊച്ചിൻ്റെ തലയിലൂടെ കയറി പോകാനിടയായി. തലയോട്ടി പൊട്ടി വലിയ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന കുഞ്ഞിനെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ ടീം അംഗങ്ങൾ അവിടെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച്, പ്രാർത്ഥനയിൽ കിട്ടിയ സന്ദേശമനുസരിച്ച് കടന്നു ചെന്നു. മനുഷ്യബുദ്ധിക്ക് ആ കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്നതിന് ഒരർത്ഥവും കാണുവാനായിട്ട് അന്നേരം സാധ്യതയില്ല. കാരണം വൈദ്യശാസ്ത്രം, അവിടുത്തെ ഡോക്ടേഴ്സ്, പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ്, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ്, അത്യാധുനിക സൗകര്യങ്ങളുള്ള ആ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് പറഞ്ഞു, 1% പോലും ജീവിക്കാൻ ഈ കുഞ്ഞിന് സാധ്യതയില്ല. മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടനെ തന്നെ അമ്മയുടെ അത്ഭുത മാതൃശക്തി കാണുവാനായിട്ട് ദൈവം അവസരം തരികയാണ്. അതിൻ്റെ മുകളിൽ നിന്ന്
വലിയൊരു നീലപ്രകാശം കടന്നു വന്ന് ആ കുഞ്ഞിൻ്റെ കാലിലൂടെ കടന്ന് അത് കയ്യിലൂടെ പ്രസരിച്ച് കടന്നു പോകുന്നത് കണ്ടു. അങ്ങനെ 3 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. ഉടനെ തന്നെ കൊച്ചു കൈയിട്ടനക്കി. ഈശോ വീണ്ടും മാതാവിൻ്റെ ആ വലിയ മാതൃത്വ ശക്തിയെ, മാധ്യസ്ഥ ശക്തിയെ ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടി വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. വീണ്ടും ആ കുഞ്ഞ് കാലിട്ടനക്കി. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ബോധ്യം തന്നു, ഒരാഴ്ചക്കകം ഈ കൊച്ചു റിക്കവറാകും. 1 മാസത്തിൻ്റെ ഉള്ളിൽ ഈ കുട്ടി വന്ന് സാക്ഷ്യപ്പെടുത്തും. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ മാധ്യസ്ഥ ശക്തി, അല്ലെങ്കിൽ മാതാവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എവിടെയോ കേട്ട കാര്യമല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സ്വയത്തമാക്കുവാനും നീക്കുപോക്കില്ലാത്ത പ്രശ്നങ്ങളോട് മല്ലടിക്കുമ്പോൾ അവിടെയെല്ലാം അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ ശക്തി പ്രകടമാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ അത്ഭുത ശക്തി നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ട് ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണ് ജപമാല. മാതാവിൻ്റെ മധ്യസ്ഥം തേടി നമ്മുടെ ജീവിതത്തിലെ നീക്കുപോക്കില്ലാത്ത പ്രശ്നങ്ങൾക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.